നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിൽ സംയുക്ത ഡിവിഷണൽ സമ്മേളനവും നിക്സൺ ജോൺ അനുസ്മരണവും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപതയിൽ നടത്തിയ ദിവ്യകാരുണ്യ പ്രയാണത്തിന് കീരമ്പാറ ഇടവകയിൽ സ്വീകരണം നൽകി. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. തോപ്രാംകുടി മേരിഗിരി മരിയൻ പബ്ലിക് സ്കൂളിൽ നടത്തി വന്നിരുന്ന മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലി നടത്തി. കട്ടപ്പന മേഖല സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജെറിൻ കളപ്പുരയ്ക്കൽ റാലി ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിൽ 34ാമത് സംയുക്ത ഡിവിഷണൽ സമ്മേളനവും നിക്സൺ ജോൺ അനുസ്മരണവും നടത്തി. തൊടുപുഴയിലെ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച യോഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. രാജ്യത്തെ തപാൽ ജീവനക്കാരുടെ ആശയാഭിലാഷങ്ങൾക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കുന്ന അംഗീകൃത തൊഴിലാളി സംഘടനയായ FNPO ദേശീയ തപാൽ യൂണിയനുകളുടെ 34ാമത് ഇടുക്കി ഡിവിഷണൽ സമ്മേളനവും നിക്സൺ ജോൺ അനുസ്മരണവുമാണ് സംഘടിപ്പിച്ചത്. തൊടുപുഴ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച യോഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപിടി കാര്യങ്ങൾ പുതുതായി സേവന രംഗത്ത് നല്ല നല്ല മാതൃകകളെ നമുക്ക് അനുകരിക്കേണ്ടി വരും. മുമ്പുണ്ടായിരുന്ന തലത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു പിടിവാശി പൂർണ്ണമായി നമുക്ക് വെച്ചു പുലർത്താൻ സാധിക്കില്ല. എന്നാൽ കേവലം ദുഷ്ടലാഭത്തോടെ ഒരു പൊതുനയം എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ ആയതുകൊണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെതായി സേവന മേഖലയിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ മാത്രമായി കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളും വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൈക്കൊണ്ടിട്ടുള്ള എല്ലാ നിലപാടുകളും ആ ഒരു തരത്തിൽ തന്നെ വിമർശന വിധേയമായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ UPA ഗവൺമെന്റുകൾ 10 വർഷക്കാലം രാജ്യത്ത് അധികാരത്തിൽ നിന്നപ്പോൾ അതോടൊപ്പം തന്നെ 1990-ന് ശേഷം സാമ്പത്തിക രംഗത്ത് വലിയ ഉടച്ചുപാടുകളുണ്ടായ ആ ഒരു സാഹചര്യം ഇന്ത്യ എന്നുള്ള വിശാലമായ ഈ രാജ്യത്തെ മനുഷ്യ വിഭവശേഷിയെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് മുൻപിൽ അവസരങ്ങൾ പരിപൂർണമായി അത് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക മേഖലയെ പടിപടിയായി കൈപിടിച്ചുയർത്തുന്ന തരത്തിലുള്ള നിരവധിയായ മാറ്റങ്ങൾ 1991-ന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ പ്രത്യേകിച്ചു. FNPO ചെയർമാൻ ബെന്നി K അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോർജ് കുട്ടി ജോസ് സ്വാഗതം ആശംസിച്ചു. നിക്സൺ ജോൺ അനുസ്മരണ സന്ദേശം നൽകി. തുടർന്ന് പ്രതിഭകളെ ആദരിച്ചു. KV സുധീർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് ആദരം നൽകി. പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. യോഗത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ജോൺസൺ ആവോക്കാരൻ, MS സനീഷ് കുമാർ, അഭിലാഷ് K അരവിന്ദ്, ആകേഷ് TG, MK ഷാഹുൽ ഹമീദ്, ടോണി തോമസ്, എൽദോസ് വർഗീസ്, KS മോഹനൻ, സോഫിമോൾ PS എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിമൽ ബിനോയ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.
കുണുങ്ങി പഴയമ്പാറയിൽ കാറിന് തീ പിടിച്ചു. വെളുപ്പിന് 2:30 സംഭവം. പഴയമ്പാറയിൽ ടോമി മാത്യുവിന്റെ ഷെഡിലിട്ടിരുന്ന മാരുതി കാറിനാണ് തീ പിടിച്ചത്. ഉടൻ തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും ആളപായമില്ല. കോതമംഗലം രൂപതയിൽ നടത്തിയ ദിവ്യകാരുണ്യ പ്രയാണത്തിന് കീരമ്പാറ ഇടവകയിൽ സ്വീകരണം നൽകി. രൂപതയിലെ 14 ഫൊറോണകളിലെ 120 ഇടവകകളിലും 14 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന വിധത്തിലാണ് പ്രയാണം സംഘടിപ്പിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വെളിയച്ചൽ ഫൊറോനയിലെ കീരമ്പാറ ഇടവകയിൽ പ്രയാണം എത്തിച്ചേർന്നത്. വടാട്ടുപാറയിൽ നിന്നും എത്തിയ ദിവ്യകാരുണ്യ പ്രയാണത്തെ വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ പൂതത്താൻകെട്ടിൽ വെച്ച് സ്വീകരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി കോതമംഗലം രൂപതയിൽ നടത്തിയ ദിവ്യകാരുണ്യ പ്രയാണത്തിന് കീരമ്പാറ ഇടവകയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. രൂപതയിലെ 14 ഫൊറോനകളിലെ 120 ഇടവകകളിലും 14 ദിവസം കൊണ്ട് അവസാനിക്കത്തക്ക വിധത്തിലാണ് പ്രയാണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വെളിയൽച്ചാൽ ഫൊറോനയിലെ കീരമ്പാറ ഇടവകയിലും പ്രയാണം എത്തിച്ചേർന്നത്. വടാട്ടുപാറയിൽ നിന്നും എത്തിയ ദിവ്യകാരുണ്യ പ്രയാണത്തെ വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ നിരവധി വാഹനങ്ങളുടെയും വിശ്വാസികളുടെയും അകമ്പടിയോടെ ഭൂതത്താൻകെട്ടിൽ വെച്ച് സ്വീകരിച്ചു. തുടർന്ന് പള്ളിയിൽ വെച്ച് ദിവ്യകാരുണ്യ ആരാധന നടത്തി. ആരാധനയ്ക്ക് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ, പൂയംകുട്ടി പള്ളി വികാരി ഫാദർ ജോസ് ചിരപ്പറമ്പിൽ, ഉരുളൻതണ്ണി പള്ളി വികാരി ഫാദർ അലക്സ് താണികുന്നൽ എന്നിവർ നേതൃത്വം നൽകി. ആരാധനയ്ക്ക് ശേഷം പ്രയാണം വെളിയൽച്ചാൽ ഫൊറോന പള്ളിയിലേക്ക് പോയി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ പ്രകടനം ടൗണിൽ സെന്റർ ജംഗ്ഷനിൽ സമാപിച്ചു. രാജ്യത്ത് പാചകവാതക വിലയിൽ വീണ്ടും വർധനവുണ്ടായ സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സൂചകമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ആളിപ്പടരും ഈ സമരം
പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷനായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് യോഗത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. ഈ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു കുറ്റി ഗ്യാസിന് 430 രൂപയായി, ഇപ്പോൾ 1050 രൂപയായി. അന്ന് മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസ് സർക്കാരിൻ്റെ മുമ്പിൽ സമരം ഇരുന്നതൊക്കെ നമുക്കറിയാം. ഇന്ന് ഇവരൊക്കെ എവിടെ പോയി? ഈ നേതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ? ഈ പാവപ്പെട്ട തൊഴിലാളികൾ, സാധാരണക്കാർ, അവർക്ക് ഈ ഗ്യാസിന് വില കൂട്ടുമ്പോൾ 50 കൂട്ടിയെന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം, മേടിക്കാൻ ചെല്ലുമ്പോൾ 100 രൂപയാണ്. നമ്മുടെ മിനിമം 50 കൂട്ടിയാൾക്ക് ടാക്സുമായി വേറെ കാശ് വരുക. അതുപോലെ സെസ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ പെൻഷൻ കൊടുത്താൽ കാശില്ല എന്ന് പറഞ്ഞ് അന്ന് 2% സെസ് ഏർപ്പെടുത്തിയവര്. പ്രതിഷേധ പ്രകടനം ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. DCC ഭാരവാഹികളും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. തോപ്രാംകുടി മേരിഗിരി മരീൻ പബ്ലിക് സ്കൂളിൽ നടത്തിവന്നിരുന്ന മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലി നടത്തി. കട്ടപ്പന മേഖല സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജെറിൻ കളപ്പുരയ്ക്കൽ റാലി ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. മേരിഗിരി മരിയൻ പബ്ലിക് സ്കൂളിൽ 3 ദിവസങ്ങളിലായി മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പ് നടത്തിവരികയാണ്. ദൈവവചന പഠനത്തോടൊപ്പം വിവിധ കലാപരിപാടികളും കലാമത്സരങ്ങളും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. പത്തനംതിട്ട റേഞ്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു വർഗീസ് കുട്ടികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തിരുവല്ല അതിരൂപത മതബോധന ഡയറക്ടർ ഫാദർ സന്തോഷ് അഴുകത്ത് ക്യാമ്പ് സന്ദർശിച്ച് കുട്ടികളുമായി സംവദിച്ചു. ക്യാമ്പ് സമാപന ദിവസം മേരിഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും മരിയൻ പബ്ലിക് സ്കൂളിലേക്ക് ലഹരി വിരുദ്ധ റാലി നടത്തി. കട്ടപ്പന മേഖല സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജെറിൻ കളപ്പുരയ്ക്കൽ റാലി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ റാലിയിലൂടെ നമ്മുടെ സമൂഹത്തിന് നമ്മൾ കൊടുത്തത് ഏറ്റവും വലിയൊരു സന്ദേശമാണ്. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബജീവിതങ്ങളെ എല്ലാം കാർന്നു തിന്നുന്ന അതിവിപത്തായിട്ടുള്ള ലഹരിക്കെതിരെ നമ്മൾ ഇന്ന് ശബ്ദമുയർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ലഹരി ഉപയോഗ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, സമൂഹ ജീവിതം എല്ലാം താറുമാറായി പോവുകയാണ്. നിങ്ങളിന്ന് ഈ മുദ്രാവാക്യങ്ങളുടെ പറഞ്ഞതുപോലെ 1000 ലഹരി വിരുദ്ധ കൈകൾ ഈ വിപത്തിനെതിരെ ഉയരുമ്പോൾ തീർച്ചയായിട്ടും ഈ വിപത്തിനെ നമുക്ക് എന്നേക്കുമായിട്ട് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ലഹരി എന്ന ഒരു വലിയ വിപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. സ്കൂൾ മാനേജർ ഫാദർ തോമസ് എടുത്തുംപടിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് ഇളമതയിൽ എന്നിവർ ക്യാമ്പിന് വേണ്ട സഹായങ്ങൾ നൽകി. ബ്രദർ മത്തായി മണ്ണൂർ വടക്കേതിലിന്റെ നേതൃത്വത്തിൽ വൈദിക വിദ്യാർത്ഥികളും സിസ്റ്റേഴ്സും യുവജനങ്ങളും അടങ്ങുന്ന ടീം ക്യാമ്പിന് നേതൃത്വം നൽകി. തൊടുപുഴ കോലാനി വെങ്ങലൂർ ബൈപ്പാസ് റോഡിൽ മുല്ലയ്ക്കൽ ശാസ്താക്ഷേത്രത്തിന് സമീപം PJJ മിനി മാർട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് 12-ന് പ്രവർത്തനം ആരംഭിക്കും. എല്ലാവിധ പലചരക്ക്, പച്ചക്കറി, ഫ്രൂട്ട്സ്, സ്റ്റേഷനറി, ബിരിയാണി ഐറ്റംസ് എന്നിവ ഇവിടെ നിന്നും ലഭ്യമാണ്. 10-ലധികം വൈവിധ്യമാർന്ന കരിമ്പിൻ ജ്യൂസുകൾ ഉൾപ്പെടെ ലഭിക്കുന്ന ജ്യൂസ് പോയിന്റും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം ഓരോ പർച്ചേസിനും ഒരു തണ്ണിമത്തൻ ഫ്രീ ആയി ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. BS ഫിറ്റ്നസ് യൂണിസെക്സ് ജിം തൊടുപുഴ മണക്കാട് റോഡിലുള്ള കല്ലിക്കുഴിയിൽ ബിൽഡിംഗിൽ 11-ന് പ്രവർത്തനം ആരംഭിക്കും. പ്രശസ്ത സിനിമാ താരം നിഷാന്ത് സാഗർ ഉദ്ഘാടനം നിർവഹിക്കും. വിദഗ്ധരായ ട്രെയിനർമാരുടെ കീഴിൽ പരിശീലനം നേടാൻ BS ഫിറ്റ്നസ് യൂണിസെക്സ് ജിമ്മിലൂടെ സാധിക്കും. തിങ്കൾ മുതൽ ശനി വരെയാണ് പ്രവർത്തന ദിവസങ്ങൾ. മോർണിംഗ് സെക്ഷനിൽ കോമൺ ടൈം 5:30 മുതൽ 9:30 വരെയും ലേഡീസ് ടൈം 9:30 മുതൽ 12:30 വരെയുമാണ്. ഈവനിംഗ് സെക്ഷനിൽ കോമൺ ടൈം 4:30 മുതൽ രാത്രി 10:30 വരെയുമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ മാസം അഡ്മിഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല.
വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി നിർവഹിച്ചു. ക്ലബ്ബ് അംഗങ്ങളും ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വണ്ണപ്പുറത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ റോയൽ ഹബ് മൾട്ടി സ്റ്റോർ വണ്ണപ്പുറം മുള്ളരിങ്ങാട് ജംഗ്ഷനിൽ കക്കാട്ട് ഷോപ്പിംഗ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫാൻസി ഓർണമെന്റ്സ്, ഹെയർ ആക്സസറീസ്, കോസ്മെറ്റിക്സ്, റെന്റൽ ജ്വല്ലറി, ഗിഫ്റ്റ് ഐറ്റംസ്, ടോയ്സ്, സ്റ്റേഷനറി, സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവുമായാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഫാൻസി ഓർണമെന്റ്സ്, ഹെയർ ആക്സസറീസ്, കോസ്മെറ്റിക്സ്, ടോയ്സ് ഐറ്റംസ്, റെന്റൽ ജ്വല്ലറി, ഗിഫ്റ്റ് ഐറ്റംസ്, സ്റ്റേഷനറി, സ്പോർട്സ് ഐറ്റംസ്, ഫ്ലവർ, ക്രോക്കറി ഐറ്റംസ് എന്നിവയുടെ അതിവിപുല ശേഖരവുമായി റോയൽ ഹബ് മൾട്ടി സ്റ്റോർ വണ്ണപ്പുറം മുള്ളരിങ്ങാട് ജംഗ്ഷനിൽ പെട്രോൾ പമ്പിന് എതിർവശം കക്കാട്ട് ഷോപ്പിംഗ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അവസരത്തിൽ ശ്രീ അനസ് പി അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുക വഴിയായി നമ്മുടെ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരും, സാമൂഹ്യ രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിന് ഏറ്റവും സഹായകരമാകുന്ന ഒരു ഇടപെടലാണ് ഒരു പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കുക എന്നുള്ളത്. അതുവഴിയായി വണ്ണപ്പുറത്തിൻ്റെ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. തീർച്ചയായും ഏത് പുതിയ സംരംഭമാണെങ്കിലും അതിന് ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു വലിയ പാരമ്പര്യമാണ് വണ്ണപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏറെ സന്തോഷത്തോടുകൂടി ഈ സ്ഥാപനത്തിൻ്റെ കടന്നുവരവ് തുടക്കം അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സജി കണ്ണമ്പുഴ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വാർഡ് മെമ്പർ റഷീദ് തോട്ടുങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വണ്ണപ്പുറം റോയൽ സ്വീറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ അനസ് പി സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിജോ ജോസഫ്, KMA ഖാദർ, SNDP യൂണിയൻ പ്രസിഡന്റ് MG പ്രിൻസ്, ഫിലിം ആർട്ടിസ്റ്റ് റഫീഖ് ചുക്ലി എന്നിവർ ആശംസകൾ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊടുപുഴ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് വീൽ ചെയർ കൈമാറി. ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സുനീർ ഇബ്രാഹിം വീൽ ചെയർ ഏറ്റുവാങ്ങി. തുടർന്ന് ലക്കി ഡ്രോ നറുക്കെടുപ്പും സമ്മാനദാനവും നടത്തി. നൂതന സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡിംഗ് ഫാൻസി ഓർണമെന്റ്സ്, ഹെയർ ആക്സസറീസ്, റെന്റൽ ജ്വല്ലറി, കോസ്മെറ്റിക്സ് എന്നിവയുടെ കമനീയ ശേഖരമാണ് റോയൽ ഹബ്ബ് വണ്ണപ്പുറത്തിനായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ എല്ലാവിധ സ്റ്റേഷനറി, ഗിഫ്റ്റ് ഐറ്റംസ്, ടോയ്സ്, സ്പോർട്സ് ഐറ്റംസ് എന്നിവയും സ്ഥാപനത്തിൽ നിന്നും മികച്ച ഗുണനിലവാരത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നു. വിശ്വസ്തത കൊണ്ടും രുചി വൈവിധ്യങ്ങൾ കൊണ്ടും വണ്ണപ്പുറത്തിന്റെ മനസ്സ് കീഴടക്കിയ റോയൽ സ്വീറ്റ്സിന്റെ സഹോദര സ്ഥാപനമാണ് റോയൽ ഹബ്ബ്. നാളിതുവരെ നൽകിയ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു.
ക്ലാസ് കേറ്ററിംഗ് സർവീസിന്റെ നവീകരിച്ച കിച്ചൺ യൂണിറ്റ് കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നാവിൽ കൊതിയൂറും രുചിവൈവിധ്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ 9 വർഷമായി വണ്ണപ്പുറത്തിന്റെ മനസ്സ് കീഴടക്കിയ SR കേറ്ററിംഗിന്റെ നവീകരിച്ച കിച്ചൺ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ ആശീർവാദം കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ, ഫാദർ ജോൺ ആനിക്കോട്ടിൽ, ഫാദർ മാത്യു കോണിക്കൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നാവിൽ കൊതിയൂറും രുചി വൈവിധ്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ 9 വർഷമായി വണ്ണപ്പുറത്തിന്റെ മനസ്സ് കീഴടക്കിയ SR കേറ്ററിംഗിന്റെ നവീകരിച്ച കിച്ചൺ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വളരെ വിശാലമായ നിലയിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ പ്രയോജനപ്രദമാകുന്ന തരത്തിൽ ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാവിധ ആശംസകളോടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും ആശീർവാദവും കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ, നിടിശാല ഫൊറോന വികാരി ഫാദർ ജോൺ ആനിക്കോട്ടൽ, മാർഗ ഫൊറോന വികാരി ഫാദർ മാത്യു കോണിക്കൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പ്രാർത്ഥിക്കുവാനായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നെറ്റിയിലെ വീർപ്പ് കൊണ്ട് ഭക്ഷണം നേടുവാൻ ആദത്തോട് കൽപ്പിച്ച തീരുമാനായ ദൈവമേ, ഞങ്ങളുടെ അധ്വാനവും ബുദ്ധിമുട്ടുകളും സമുദായമാക്കുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിന്റെ വഴി അപ്പോൾ ഈ അവസരത്തിൽ ഇതിൻ്റെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA മുഖ്യാതിഥിയായിരുന്നു. DCC ട്രഷറർ ഇന്ദു സുധാകരൻ, വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി സന്തോഷ്, ജിജോ ജോസഫ്, ഇസബെല്ല ജോഷി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, ബാബു കുന്നത്തുശ്ശേരി, ഷാഹുൽ ഹമീദ്, സണ്ണി കളപ്പുര, ജോണി മുണ്ടയ്ക്കാമറ്റം, ലാൻഡ് ഓണർ ബോബി ജോസഫ്, ജിജി മഞ്ഞക്കുന്നേൽ, റാണ ജിമ്മി, ജോയ് ജോസഫ് കാട്ടുവള്ളി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. എല്ലാവിധ ഒക്കേഷനുകൾക്കും അനുയോജ്യമായ ഭക്ഷണ വിഭവങ്ങൾക്ക് പുറമെ ഇന്ത്യൻ, കോണ്ടിനെന്റൽ, ചൈനീസ്, ട്രഡീഷണൽ ഭക്ഷണ വിഭവങ്ങളും SR കേറ്ററിംഗ് പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ചെയ്തു കൊടുക്കുന്നു. നാളിതുവരെ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം പങ്കെടുത്ത എല്ലാവർക്കും മാനേജ്മെന്റ് നന്ദി അറിയിച്ചു. ബഹുമാനപ്പെട്ട MP, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനരായ കാളിയാർപട്ട വികാരിയച്ഛൻ, ജോസഫ് മുണ്ടടച്ചൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടുന്ന് മാറിപ്പോയ വികാരിയച്ഛന്മാരായ ആനിക്കോട്ടിലച്ഛൻ, അതുപോലെ കോണിക്കലച്ഛൻ, ഇവിടെ എത്തിച്ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, ഞങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും SR കേറ്ററിംഗിന് പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KB പ്രഫുല്ലചന്ദ്രൻ നിര്യാതനായി. 53 വയസ്സായിരുന്നു. അസുഖബാധിതനായി അമൃത മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം 11-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മാവേലിക്കര ചെറുകോൽ വറോട്ടിൽ വീട്ടിലെ വീട്ടുവളപ്പിൽ.
തൊഴിൽ മേഖലകളിൽ എന്നും ആത്മാർത്ഥതയുടെ നേർക്കാഴ്ച സമ്മാനിച്ച സമർത്ഥനായ ഒരു പോലീസ് ഓഫീസർ കൂടിയായിരുന്നു പ്രഫുല്ലചന്ദ്രൻ. മൂന്നാറിൽ ഡിവൈഎസ്പി ആയിരിക്കെ തോട്ടം തൊഴിലാളികളുടെ തർക്കങ്ങളും പെമ്പിളെ ഒരുമയെന്ന കൂട്ടായ്മയും മറ്റും നടത്തിയ ഐതിഹാസിക സമരം ചർച്ചകളിലൂടെ രമ്യതയിലാക്കിയ അദ്ദേഹത്തിന്റെ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലുള്ള നേതൃപാഠവും കേരളത്തിന്റെ പൊതുസമൂഹം വളരെ ആത്മാർത്ഥതയോടെയാണ് നോക്കിക്കണ്ടത്. അന്ന് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ അദ്ദേഹത്തെ തോളിലേറ്റി നടത്തിയ വിജയാഹ്ലാദ പ്രകടനം പത്രദൃശ്യ മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു. കാമാക്ഷി പാറക്കടവ് ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ വീനപുര മഹോത്സവം സമാപിച്ചു. ഈ മാസം 5 മുതൽ 9 വരെയായിരുന്നു ഉത്സവം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ഏപ്രിൽ 5 വൈകുന്നേരം 6:45 തൃക്കൊടിയേറ്റ്. തുടർന്നുള്ള ഉത്സവ ദിവസങ്ങളിൽ പൊങ്കാല, കാര്യസിദ്ധി പൂജ, രുദ്രാഭിഷേകം, ദേവിക്ക് പൂമൂടൽ, പള്ളിവേട്ട തുടങ്ങിയ വിശേഷാൽ ക്ഷേത്രാചാര ചടങ്ങുകളും നടന്നു. പ്രാദേശിക കലാപരിപാടികൾക്കൊപ്പം മെഗാ തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവയുടെ അവതരണവും നടന്നു. വൈകുന്നേരം നടന്ന ആറാട്ടിലും ഘോഷയാത്രയിലും നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. താലപ്പൊലി ഘോഷയാത്രയിൽ വിവിധ പ്ലോട്ടുകൾ, കാവടി, വാദ്യമേളങ്ങൾ തുടങ്ങിയവ അണിനിരന്നു. അന്നദാനത്തിന് തയ്യാറാക്കുന്ന വിഭവങ്ങൾ ദേവിയുടെ മുൻപിൽ വിളമ്പുന്ന പ്രത്യേക ചടങ്ങും ക്ഷേത്രത്തിൽ നടത്തി. ദേവി അന്നം സ്വീകരിച്ച പ്രസാദം ഭക്തജനങ്ങൾക്ക് നൽകുന്നു എന്ന സങ്കല്പത്തിലാണ് ഇവിടെ അന്നദാനം നടക്കുന്നത്. വൈകുന്നേരം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ അന്നദാനത്തിൽ പങ്കെടുത്തത്. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ കൊടിയിറക്ക് മംഗളപൂജയോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. തുടർന്ന് കൊച്ചിൻ തരംഗവീഴ്സിൻ്റെ ഗാനോപഹാരവും ഉണ്ടായിരുന്നു. ഇതിലൊക്കെ അദ്യാവസാനം പങ്കുചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ നമ്മളോട് എല്ലാ കാര്യത്തിലും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കാമാക്ഷിയിലെ സെൻറ് ആൻ്റണീസ് ദേവാലയത്തിലെ നല്ലവരായ കുടുംബാംഗങ്ങളോടും നമ്മുടെ ആറാട്ട് സദ്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് സെൻറ് ആൻ്റണീസ് ദേവാലയത്തിൽ നിന്നുമാണ്. അവിടുത്തെ ആനന്ദ് അച്ഛനും അതുപോലെ കൈക്കാരന്മാർക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കാമാക്ഷി അന്നപൂർണേശ്വരി ദേവിയുടെ ദിവ്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അദ്യാവസാനം ഉത്സവത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധമായ നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കൊച്ചിൻ തരംഗ് ബീറ്റ്സിന്റെ സൂപ്പർ ഹിറ്റ് ഗാനമേളയും നടന്നു. ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ സോജു ശാന്തി, KS പ്രസാദ്, സുരേഷ് കാച്ചനോക്കൽ, അനൂപ് കുമാർ, വനിതാ സംഘം ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, കുമാരി സംഘം തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിൽ സംയുക്ത ഡിവിഷണൽ സമ്മേളനവും നിക്സൺ ജോൺ അനുസ്മരണവും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപതയിൽ നടത്തിയ ദിവ്യകാരുണ്യ പ്രയാണത്തിന് കീരമ്പാറ ഇടവകയിൽ സ്വീകരണം നൽകി. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. തോപ്രാംകുടി മേരിഗിരി മരീൻ പബ്ലിക് സ്കൂളിൽ നടത്തി വന്നിരുന്ന മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലി നടത്തി. കട്ടപ്പന മേഖല സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജെറിൻ കളപ്പുരയ്ക്കൽ റാലി ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.